+2 ക്ലാസ്സുകൾ ജൂണിൽ ആരംഭിക്കുകയാണ്. ജൂൺ 10 +1 റിസൾട്ട് വരും. 2 മാസത്തെ വെക്കേഷൻ ഏകദേശം കഴിയാനായി. നിങ്ങളിൽ പലരും +1 പ്രോപ്പറായിട്ട് പഠിച്ചിട്ടില്ല എന്നുള്ള സത്യാവസ്ഥ നിങ്ങൾക്ക് അറിയാം. ആ സമയത്ത് നിങ്ങൾ സീരിയസ് അല്ലായിരുന്നു. അവസാന നിമിഷമാണ് എല്ലാം കൂടി പഠിച്ചത്. ആ ഒരു മിസ്റ്റേക്ക് നടത്തിയതിനുള്ള അല്ലെങ്കിൽ ആ മിസ്റ്റേക്ക് വരുത്തിയതിനുള്ള റിഗ്രറ്റ് നിങ്ങളുടെ മനസ്സിൽ ഡെഫിനറ്റ് ആയിട്ട് ഉണ്ടാവും. ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സ് കേസ് ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ എന്തായാലും +1 നിങ്ങൾക്ക് ചില മിസ്റ്റേക്കുകൾ പറ്റി, ചില കാര്യങ്ങൾ പ്രോപ്പറായിട്ട് ഫോക്കസ് ചെയ്യാൻ പറ്റിയില്ല, പ്രോപ്പറായിട്ട് പഠിക്കാൻ സാധിച്ചില്ല. അതുകൊണ്ട് തന്നെ ജൂൺ 10 റിസൾട്ട് വരുമ്പോൾ നിങ്ങളിൽ പല ആളുകൾക്കും മാർക്ക് കുറവായിരിക്കും. ഇനി എന്താണ് അതിനുള്ള സൊല്യൂഷൻ? അതാണ് നമുക്ക് നോക്കാനുള്ളത്. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം +2 എന്നൊരു വലിയ ക്ലാസ് നിങ്ങളുടെ മുന്നിൽ ഇങ്ങനെ നീണ്ടു നിവർന്ന് കിടക്കുകയാണ്. ഈ ഒരു സമയത്ത് നിങ്ങൾ നിങ്ങളുടെ 100% എഫേർട്ടും 100% കമ്മിറ്റ്മെൻറ്റും ഇട്ടിട്ട് കൺസിസ്റ്റൻ്റ് ആയിട്ട് വർക്ക് ചെയ്യാൻ റെഡി ആണെങ്കിൽ നിങ്ങൾക്ക് +2 മാക്സിമം മാർക്ക് നേടിയെടുക്കാൻ സാധിക്കും. അങ്ങനെ നിങ്ങൾ +2 മാക്സിമം മാർക്ക് നേടിയെടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് +1 മാർക്ക് കുറഞ്ഞാലും അതൊന്ന് വൈൻഡപ്പ് ചെയ്തിട്ട് ടോട്ടലി അത്യാവശ്യം നല്ലൊരു മാർക്ക് നേടാൻ സാധിക്കും. അപ്പോൾ +1 നിങ്ങൾക്ക് എത്ര മാർക്ക് കുറവാണെങ്കിലും +2 നിങ്ങൾ ആഞ്ഞ് പഠിച്ചിട്ട് നിങ്ങൾക്ക് മാക്സിമം നേടാൻ പറ്റുന്നതിന് മാർക്ക് നേടിയെടുക്കാൻ ശ്രമിക്കണം. പക്ഷെ അതിനുവേണ്ടി നിങ്ങൾ ചില കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ഒന്നാമതായിട്ട് +1 നിങ്ങൾ ചെയ്ത ഏറ്റവും വലിയ മിസ്റ്റേക്ക് ആയിട്ടുള്ള തുടക്കം മുതലേ പഠിക്കാതിരുന്ന ആ ഒരു മിസ്റ്റേക്ക് നിങ്ങൾ +2 റിപ്പീറ്റ് ചെയ്യരുത്. ഇപ്പം തന്നെ 2 മാസം വെക്കേഷൻ കഴിഞ്ഞു. ഇനി ജൂൺ മുതൽ +2 ക്ലാസ്സുകൾ വളരെ അടിപൊളിയായിട്ട് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. കണ്ടന്റ് അല്ലെങ്കിൽ ചാപ്റ്റേഴ്സിൻ്റെ എണ്ണവും വലിപ്പമൊക്കെ 3 ഇരട്ടി കൂടുതലാണ്. ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് പുതുതായിട്ട് പഠിക്കാനുണ്ട്. അതൊക്കെ നിങ്ങൾക്ക് സെറ്റ് ആക്കണമെങ്കിൽ കൺസിസ്റ്റൻ്റ് ആയിട്ട് തുടക്കം മുതലേ വീക്കിലി 5 ഡേയ്സ് ഡെയിലി 3 hours വെച്ചിട്ടെങ്കിലും നിങ്ങൾ പഠിക്കാനായിട്ട് തയ്യാറാവണം. അങ്ങനെ പഠിക്കാനായിട്ട് തയ്യാറായാൽ മാത്രമേ +1 നിങ്ങൾക്ക് കുറഞ്ഞു പോയ മാർക്ക് +2 മാക്സിമം ആക്കി എഴുതിയെടുക്കാൻ പറ്റൂ. അതിനുവേണ്ടി നിങ്ങൾ ചെയ്യേണ്ടത് ഒരു പോസിറ്റീവ് മൈൻഡ് സെറ്റ് ഉണ്ടാക്കുക. +1 റിസൾട്ട് എന്ത് തന്നെ ആയാലും +2 ഞാൻ എഴുതിയെടുക്കും, +2 ഞാൻ സെറ്റാക്കും, +2 ഞാൻ അടിപൊളിയാക്കുന്ന ഒരു പോസിറ്റീവ് മൈൻഡ് സെറ്റിൽ കഠിനമായി ഉഷാറായി സൂപ്പറായിട്ട് പരിശ്രമിക്കാൻ നിങ്ങൾ തയ്യാറാവുക. കഴിഞ്ഞു പോയ ചെയ്തു പോയ മിസ്റ്റേക്കുകളെ കുറിച്ച് ആവശ്യം റിഗ്രറ്റ് അടിക്കേണ്ട ആവശ്യമില്ല. +2 നിങ്ങളുടെ മുന്നിലുണ്ടാ ആഞ്ഞു പിടിച്ചാൽ +2 ഫുൾ മാർക്ക് നിങ്ങൾക്ക് നേടാൻ പറ്റും. അപ്പോൾ നിങ്ങളുടെ ടോട്ടൽ പെർസെൻറ്റേജ് അതിനനുസരിച്ച് കൂടുകയും ചെയ്യും. സോ നിങ്ങൾ +2 പരമാവധി ഉഷാറാക്കാൻ വേണ്ടിയിട്ട് പഠിക്കാൻ തയ്യാറാണെങ്കിൽ, നിങ്ങളുടെ മുന്നിൽ പഠിക്കണമെന്നൊരു ആഗ്രഹം ഉണ്ടെങ്കിൽ, നിങ്ങളുടെ ഉള്ളിൽ ഞാൻ ശ്രമിക്കുമെന്നൊരു പോസിറ്റീവ് മൈൻഡ് സെറ്റ് ഉണ്ടെങ്കിൽ nafi.edupoda എന്ന ഇൻസ്റ്റാഗ്രാം പേജിലേക്ക് +2 അടിപൊളിയായിട്ട് പഠിക്കുന്ന മെസ്സേജ് അയച്ചോ. ബാക്കി കാര്യങ്ങൾ ഞാൻ സെറ്റാക്കി തരാം. അപ്പോൾ ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് +2 നന്നായിട്ട് പഠിക്കാൻ ആഗ്രഹമുണ്ട്, അതിനുവേണ്ടി എഫേർട്ട് ഇടാനും കഷ്ടപ്പെടാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ നിങ്ങളെ സഹായിക്കാൻ ഞാനുണ്ട്. nafi.edupoda എന്ന ഇൻസ്റ്റാഗ്രാം പേജിലേക്ക് മെസ്സേജ് അയച്ചോ. ബാക്കി ഞാൻ അവിടെ സെറ്റാക്കാം. അപ്പോൾ ഇത്തരത്തിലുള്ള അപ്ഡേറ്റ്സിന് നമ്മുടെ പേജ് ഒന്ന് ഫോളോ ചെയ്ത് വെച്ചു.